ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് കൃഷിയെക്കുറിച്ചാണ് കേട്ടോ. ഇവിടെ ഞാൻ സിമെൻറ്റിൻ്റെ ചാക്കിൽ അതുപോലെ ചെടിച്ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്ത മുളകാണ് കേട്ടത്. ഇതിലൊക്കെ ഇഷ്ടംപോലെ മുളകുണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു വിളവെടുപ്പും കൂടിയാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മുളകുണ്ടാകുവാൻ നമ്മൾ നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളകാണ് കേട്ടോ ഇവിടെ കായ്ച്ചിട്ടുള്ളത്. ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് ഞാൻ നട്ട് കൊടുത്തിരുന്നത്. ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പച്ചമുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഞാൻ മുമ്പും ഇതിൽ നിന്ന് വിളവെടുത്തിരുന്നു. അപ്പോൾ വീണ്ടും ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മുളക് ചെടിയിൽ നിന്ന് നമ്മൾ പറിക്കുമ്പോൾ ചെടിയുടെ ശാഖകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. കൈകൊണ്ട് വലിച്ചു പറിക്കുന്നതിന് പകരം ഞെട്ടോടുകൂടി മുറിച്ചെടുക്കുന്നതാണ് ഉചിതം. നന്നായി മൂത്ത മുളകുകൾ മാത്രം വിളവെടുക്കുന്നത് അടുത്ത തവണ കൂടുതൽ മുളകുകൾ ഉണ്ടാകാൻ സഹായിക്കും. മുളക് കൃഷിയിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ വാട്ടരോഗം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നടുന്നതിന് മുമ്പ് മണ്ണിൽ കുമ്മായം ചേർക്കുക. രോഗം ബാധിച്ച ചെടി നമ്മൾ വേരോടെ പിഴുതെടുത്ത് നശിപ്പിക്കുക. അതുപോലെ തന്നെ സ്യൂഡോമോണസ് ലായനി തളിക്കുന്നതും ഫലപ്രദമാണ്. അടുത്തത് ഇലച്ചുരുട്ടി രോഗമാണ്. വൈറസ് മൂലമുണ്ടാകുന്ന ഈ രോഗം വെള്ളീച്ചകൾ വഴിയാണിത് പകരുന്നത്. വെള്ളീച്ചയുടെ ശല്യത്തിന് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ച് വെള്ളീച്ചകളെ നശിപ്പിക്കാം. അടുത്തതായി ചീയൽ. വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കീടങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് പ്രധാന വഴി. ഗുണമേന്മയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ വിത്തുകൾ തിരഞ്ഞെടുക്കുക. ചെടികൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ ജൈവവളങ്ങളും സ്യൂഡോമോണസ് പോലുള്ള മിത്ര ബാക്ടീരിയകളും കൃത്യസമയത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായതിലൊക്കെ നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മുളകാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിലോട്ട് ഒരു പിടി ചാരം ചേർത്ത് നല്ലപോലെ അതിലോട്ട് ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മുളക് ചെടികൾക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ജൈവ സ്ലറിയായ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി അതും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാറി മാറി കൊടുക്കാം. നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമുക്ക് നല്ലപോലെ ഉണക്കിപ്പൊടിച്ച് ഈ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മുളകുണ്ടാവുന്നതാണ്. മുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളകുകളാണ്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് ഇതുപോലെയൊക്കെ വിളവെടുക്കുമ്പോൾ ഒരുപാട് തൈകളൊന്നും വേണമെന്നില്ല. ഒരു 2-3 തൈകൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും.